സംസ്ഥാന ബജറ്റിൽ റബ്ബർ താങ്ങുവില 170 രൂപയിൽ നിന്ന് 180 ഉയർത്തിയെങ്കിലും കർഷകർ നിരാശയിലാണ്. നാമമാത്രമായ വർധന മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആക്ഷേപം. എന്നാൽ കേന്ദ്രം പണം തരുന്നില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വിശദീകരണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റിലേക്ക് കണ്ണുനട്ടിരുന്ന റബ്ബർ കർഷകർക്ക് ആശ്വാസത്തേക്കാൾ ഉപരി നിരാശയാണ്. താങ്ങുവില 250 രൂപയായി ഉയർത്തണമെന്ന കർഷകരുടെ നിരന്തരമായുള്ള ആവശ്യം ബജറ്റിൽ പരിഗണിച്ചില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ ചെറിയൊരു തുകയാണ് ഇതിപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ നിരാശാജനകമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു ആനുകൂല്യവും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നെങ്കിലും ആനുകൂല്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സർവ്വ കർഷകരും. ഇന്ന് 10 രൂപയുടെ കൂട്ടിയപ്പോൾ 180 രൂപ ആകുന്നുള്ളൂ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു രീതിയിലും ഈ കൃഷി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു അവസരമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 500-600 രൂപയിലും കിട്ടുന്നില്ലെങ്കിൽ ആരും പണിക്ക് വരികയില്ല. ഒരു 250 മുകളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റിൽ ഈ റബ്ബർ അനുബന്ധമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സിനൊക്കെ മാർക്കറ്റിൽ നല്ല വിലയാണ്. പക്ഷേ ഈ റബ്ബർ ആയ റോ മെറ്റീരിയൽ കർഷകർ ഉപയോഗിക്കുന്ന ഈ സാധനത്തിന് വിലയില്ല. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്താൻ കേന്ദ്രത്തിന്റെ സഹായം തേടിയെങ്കിലും കേന്ദ്രം അത് അനുവദിച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും സർക്കാർ ഇടപെട്ട് തുക ഉയർത്തിയിരിക്കുന്നത് എന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, കോട്ടയം.